ഞാനൊരു വിധവയാ, സഹായിക്കാൻ ആരുമില്ല. രാവിലെ ഞാനൊരു 3:30 ആകുമ്പോൾ എഴുന്നേക്കും. ഒറ്റയ്ക്കേ ഉള്ളല്ലോ, എല്ലാം അരിഞ്ഞ്. വീട്ടിലാരുമില്ല, വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചെങ്ങന്നൂർ IT-ക്കും ഗവൺമെൻറ് ആശുപത്രിക്കും ഒക്കെ ഇടയ്ക്കായിട്ട് ആറ്റിൻകര ഫർണിച്ചറിൻ്റെ സൈഡിലാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. നല്ല വെയിലത്ത് വീട്ടിലെ പൊതിച്ചോറ് വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു ബോർഡുമായിട്ട് ഒരു ചേച്ചിയുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പം ഞാൻ ഒരു മാസമായി. ഇത് ഇങ്ങനെ കച്ചവടത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം ജോലി ഇപ്പം ഇല്ല. ജോലിക്ക് ഇപ്പോൾ രാത്രി കൂടെ ഒക്കെ ബുദ്ധിമുട്ട്, പലയിടത്തും പോയി നിൽക്കാനൊക്കെ. ഷുഗറിൻ്റെ അസുഖമൊക്കെ ഉണ്ട്. അപ്പം ജീവിക്കാൻ എന്തെങ്കിലും മാർഗം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാളെ കൂടൽ കുഞ്ഞുമോൻ സാറ് പാസ്റ്ററാ, പുള്ളിക്കാരൻ എന്നോട് ഭയങ്കര, ഞാനൊരു വിധവയാ, സഹായിക്കാൻ ആരുമില്ല. അപ്പം കൂടൽ കുഞ്ഞുമോൻ, അവരെ ഞാൻ എത്ര സ്തുതിച്ചാലും എന്തെല്ലാം ചെയ്താലും മറക്കത്തില്ല. അവർക്ക് എന്നോട് പ്രത്യേക സ്നേഹമാണ്. ചേച്ചിയുടെ വീട് എവിടെയാണ്? എൻ്റെ കൊഴുവല്ലൂര്. സഹായം ചെയ്ത് അവിടെ വരുന്ന ഒരു വിശ്വാസിയെ കൊണ്ടൊരു സഹായം ചെയ്യിപ്പിച്ച്, ഞാൻ പേരൊന്നും പറയുന്നില്ല, അതിന് അവരോട് ചോദിക്കാതെ പറയണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ കച്ചവടം തുടങ്ങുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ രാവിലെ എത്ര മണിയാകുമ്പോൾ തുടങ്ങും ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും? രാവിലെ ഞാനൊരു 3:30 ആകുമ്പോൾ എഴുന്നേക്കും. ഒറ്റയ്ക്കേ ഉള്ളല്ലോ, എല്ലാം അരിഞ്ഞ്. വീട്ടിലാരുമില്ല, വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ക്യാൻസർ വന്ന് മരിച്ചു. 10-22 വർഷമായി. അവനൊരു മോനുണ്ട്. വീട്ടിലില്ല ഇപ്പം. ചേച്ചിയുടെ ഇതാണോ ഇത്? ഇവിടെ അല്ലല്ല, അവിടുത്തെ പ്രോഗ്സിന്റെ. ഓഹോ. അപ്പൊ ഇവിടെ എത്ര ഊണോളം കൊണ്ടുവരും ഒരു ദിവസം? ഞാൻ ചിലപ്പോ 18 വരെ. എല്ലാ ദിവസവും വരുമോ? ഇപ്പൊ ഒരു മാസമായിട്ട് എല്ലാ ദിവസവും, ഞായറാഴ്ച ദിവസം വരുന്നില്ല, അല്ലാത്ത ദിവസം എല്ലാം വരും. നമ്മുടെ ഊണിന് എത്ര രൂപയാണ്? ഞാൻ 100 രൂപ. മീൻ വറുത്തതൊക്കെ ഉണ്ട്. മീൻ വറുത്തുണ്ട്, അത് കൂട്ടി 100 രൂപ. മീൻ വറുത്ത ഇല്ലെങ്കിൽ ഇല്ലാതെ വന്നിട്ടില്ല ഞാന്. അപ്പൊ അങ്ങനെയാണ് കച്ചവടം അല്ലേ? ചെറിയ സൈസ് മീൻ എന്തെങ്കിലും വറുത്ത് വെക്കും. അപ്പം ചേച്ചിയെ സഹായിക്കാനൊന്നും ആരുമില്ല, ഒറ്റയ്ക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ അല്ലേ? ഒറ്റയ്ക്കേ ഉള്ളൂ, ആരുമില്ല, അയൽവാസികൾ പോലും ഇല്ല. ആരുമില്ല നമുക്ക്. 2 സഹോദരങ്ങളുണ്ട്, അവര് ദൂരെയാ, കുറച്ച് അകലെ, അവർക്ക് വരാൻ പറ്റത്തില്ല, സഹായിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചേച്ചി ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ ആറ്റിൻകര ഫർണിച്ചറിന്റെ ഇലക്ട്രോണിക്സിന്റെ അല്ലേ? ആറ്റിൻകര ഇലക്ട്രോണിക്സിന്റെ തൊട്ടടുത്തായിട്ടാണ് അല്ലേ? മാക്സിമം എല്ലാ ദിവസവും വരാൻ ശ്രമിക്കും അല്ലേ? അതെ, ഞായറാഴ്ച ദിവസം അല്ലാത്ത ദിവസം എല്ലാം വരും. ഇതിങ്ങനെ പിടിച്ചോണ്ടാണോ നിൽക്കുന്നത്? എന്നെങ്കിലും ആൾക്കാർ അറിയത്തുള്ളല്ലോ. എന്നാലേ ആൾക്കാർ അറിയത്തുള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ഊണ് ചെലവാകുന്നുണ്ടോ? കുഴപ്പമില്ല. എന്നോട് മേടിക്കുന്നവർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. 5-8 പണിക്കൊക്കെ ഉള്ള ആൾക്കാര്. ഒത്തിരി ഇല്ലെന്നാ, കൊടുക്കാൻ ചിലപ്പോ കാണത്തില്ല. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നത്? പിന്നെ ഞാന് നമ്മുടെ അവിടുന്ന് മാന്തിക എന്ന് പറഞ്ഞ സ്ഥലം വരെ ഓട്ടോയ്ക്ക് വരും. അപ്പൊ അങ്ങനെയാണല്ലേ? കറി ഈ ഊണിൽ എത്ര കറികളൊക്കെ ഉണ്ടാവും? തോരന്, സാമ്പാറ്, മോര്, മീൻ വറുത്തത്, അച്ചാറ്. ഞാൻ ഇന്ന് ഈ ചെങ്ങന്നൂർ റൂട്ടിലായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന കൂട്ടത്തിലാണ് ഈ ചേച്ചിയെ കണ്ടത്. അപ്പൊ ഈ റോഡിലൂടെ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു. അപ്പൊ വീട്ടിലെ പൊതിച്ചോറാണ്, അപ്പൊ അതിന്റെ പരിപാടിയാണ്. ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂർ IT-ക്കും ഗവൺമെന്റ് ആശുപത്രിക്കും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അപ്പം രാവിലെ 12 മണിക്കൊക്കെ വരും. നിങ്ങൾ നോക്കിയേക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ചേച്ചിയെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് ചേച്ചി ഈ ഒരു രീതിയിലേക്ക് എത്തിയത് അല്ലേ? കൂടൽ കുഞ്ഞുമോൻ പാസ്റ്റർ. എന്തായാലും സന്തോഷം. അതെ, ചേച്ചി എന്നെ ഇപ്പൊ ചോറ് പോതി പോകുന്നുണ്ട്. കുഞ്ഞുമോൻ പാസ്റ്ററുടെ എടുത്തു പറയണം, വൈഫിന്റെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂടൽ കുഞ്ഞുമോൻ പാസ്റ്റർ വൈഫ്. എത്ര പൊതി ഉണ്ട് ഇനി? 2-3 എത്ര ഉണ്ടെന്ന് നോക്കി. 3 എണ്ണം ഉണ്ടല്ലേ? അല്ല, ആ കൊട്ടക്കകത്ത് 2 എണ്ണം. കൊട്ടക്കകത്ത് 2 എണ്ണം. ഈ മാങ്ങ ഒക്കെ എവിടുന്ന് പറക്കി വെച്ചാ? അയ്യോ, അത് ഞാൻ പിന്നെ ചേച്ചി എനിക്ക് തന്നതാ. ഏത് ചേച്ചി ആണോ? അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ 3 പൊതി തരാം. ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കോ? ഇവിടെ വഴി കൂടെ പോകുന്ന അങ്ങനെ ആരും വരാതെ അങ്ങ് കൊടുത്ത് എന്താ ചെയ്യാൻ പറ്റും? വന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? ആരോട് ചോദിച്ചു? കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോയിക്കോളാം. കൊണ്ട് കൊടുക്കാം. അപ്പം എടുത്തോ. അപ്പോൾ ചേച്ചിയുടെ കച്ചവടം ഒന്ന് ഉഷാറാക്കാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ഊണുപൊതിയൊക്കെ വാങ്ങിച്ച് സഹായിക്കണം. 1, 2, 3. ഇത് രസമാണ് കേട്ടോ. ഇനി എന്തോ കറി? പുളിശ്ശേരി, രസം, സാമ്പാറില്ലേ? സാമ്പാർ വേണം അതിന്റെ കൂടെ. ബാക്കിയല്ല അതിന്റെ അകത്തുണ്ട്. തോരനുണ്ട്, അച്ചാറുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൊതി നമുക്ക് എവിടെങ്കിലും വെക്കാം, ആർക്കെങ്കിലും കൊടുക്കാം. എല്ലാവർക്കും കാണാൻ പറ്റില്ല. എല്ലാവർക്കും കാണാൻ പറ്റും. എന്നാ ഊണിന്റെ ക്യാഷ് 3 എണ്ണം എടുത്തേ.
അപ്പോൾ ഒരുപാട് സന്തോഷം, കച്ചവടം ഉഷാറാകട്ടെ. മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.